നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിം സ്പെഷ്യൽ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളാണ്. കേരളത്തിലെ ദേശീയ മുന്നേറ്റങ്ങളാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം ചേർന്ന് ശക്തമായി പൊരുതിയ നാടാണ് നമ്മുടെ കേരളം. പഴശ്ശിരാജാവും വേലുത്തമ്പി ദളവയും ഉൾപ്പെടെയുള്ള ശക്തരായ അനവധി ഭരണകർത്താക്കളെ നമുക്ക് ഈ സമയം സ്മരിക്കാതെ വയ്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ദേശീയ മുന്നേറ്റങ്ങൾ, കേരളത്തിലെ മുന്നേറ്റങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൽ നിന്നാണ് കേരളത്തിലെ ദേശീയ മുന്നേറ്റങ്ങളുടെ തുടക്കം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആദ്യമേ പഠിച്ചു വെച്ചോളൂ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. 1600കളുടെ പ്രത്യേകത, 1600കളിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുന്നത് അല്ലേ. 1600ൻ്റെ പ്രത്യേകത, 1600കളിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുന്നത്. 1600 എൻഡിലോട്ട് വരണം, 90യിലോട്ട് വരണം കേട്ടോ. 1700 തൊട്ട് മുന്നത്തെയുള്ള ഒരു ലാസ്റ്റ് 10 വർഷങ്ങൾ, 1690 തൊട്ട് 1700 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ ഈ അഞ്ചുതെങ്ങ് കലാപവുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിൽ കുറിച്ചിടുക. ഇതാണ് കാലഘട്ടം. 1690കളിലാണ് എന്ന് ഓർത്ത് വെച്ചോളണം. 1697ലാണ്, 1700 3 വർഷം മുന്നേ 1697ലാണ് പ്രശസ്തമായ അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് എവിടെയാണ്? അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ്? കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ്. ഈ അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന സമയത്ത് വേണാട് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. വേണാടിൻ്റെ ഭാഗമാണ്, എക്സാക്ട്ലി പറഞ്ഞ ആറ്റിങ്കൽ, അതിൻ്റെ ഭാഗമാണ് ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം. അഞ്ചുതെങ്ങ് സമുദ്രതീരത്താണ്. എന്തുകൊണ്ടും ബ്രിട്ടീഷുകാർക്ക് വ്യാപാരത്തിനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട് അവർക്ക് അഞ്ചുതെങ്ങ് തോന്നി. അഞ്ചുതെങ്ങിൽ അവർക്ക് അവരുടെ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അഞ്ചുതെങ്ങിൽ അവർക്ക് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വെയർഹൗസിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു, ഒരു പണ്ടകശാലയുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു? അഞ്ചുതെങ്ങിൽ ഒരു പണ്ടകശാല സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ആ ഒരു ആഗ്രഹവുമായിട്ട് അന്നത്തെ ആറ്റിങ്ങൽ റാണിയായ ഉമേമ റാണിയെ സമീപിക്കുന്നു. ഉമേമ റാണി അവർക്ക് ഇവിടെ ഒരു പണ്ടകശാല സ്ഥാപിക്കാനായിട്ട് പെർമിഷൻ വാങ്ങിയെടുത്തു. 1684ലാണ് ഉമേമ റാണിയിൽ നിന്നും അവരെ പെർമിഷൻ വാങ്ങുന്നത്. അങ്ങനെ 1690 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ ആദ്യമായിട്ടൊരു പണ്ടകശാല സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഈ പണ്ടകശാലയുടെ ഒപ്പം തന്നെ ഉമേമ റാണിയോട് ഇവിടെ ഒരു കോട്ട പണിയാനും പെർമിഷൻ വാങ്ങിച്ചെടുത്തു. ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് റാണിയിൽ നിന്നും ഇവിടെ കോട്ട പണിയാനും ബ്രിട്ടീഷുകാർ പെർമിഷൻ വാങ്ങിച്ചെടുത്തു. 1695 അവർ അഞ്ചുതെങ്ങിലൊരു കോട്ട പണിതു. അപ്പം അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപത്തിന് മുന്നേ നമ്മൾ അറിഞ്ഞത് 2 കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ എന്തെല്ലാം പണിതു? അഞ്ചുതെങ്ങിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചു 1690. അഞ്ചുതെങ്ങിൽ അവരൊരു കോട്ട പണിതു 1695. ഇത് രണ്ടും ചെയ്യാനായിട്ട് അവർക്ക് പെർമിഷൻ കൊടുത്തത് ആരാണ്? അത് ആറ്റിങ്ങൽ റാണിയായ ഉമേമ റാണിയാണ് അവർക്ക് പെർമിഷൻ കൊടുത്തത്. ഇനി ഈ കോട്ട പണിത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ എന്ത് ചെയ്തു എന്നറിയോ? ഈ കോട്ടയ്ക്ക് ചുറ്റും കാവൽക്കാരെയൊക്കെ ഏർപ്പെടുത്തി ഇവിടെ പട്ടാളക്കാരൊക്കെ ആയി. നമ്മുടെ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് കൂടെയുള്ള ഒരു സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു. നാട്ടുകാർ അങ്ങനെ കലിപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയും ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നത്. ഇനി കുരുമുളകിൻ്റെ വില നിശ്ചയിക്കുന്നത് ബ്രിട്ടീഷുകാർ. അവർ പറയുന്ന പോലെ ആയിരിക്കണം കുരുമുളകിൻ്റെ വ്യാപാരം, അതിൻ്റെ കാര്യങ്ങളെല്ലാം കൺട്രോളെല്ലാം അവരുടെ കയ്യിലായി. സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ദേഷ്യം ഉണ്ടാവും അല്ലേ? എന്തെല്ലാം കാരണങ്ങളാണ് നാട്ടുകാരെ പ്രക്ഷോഭിതരാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണം എന്നൊരു ചോദിച്ചാൽ ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയാൻ നമ്മൾ ഇത് തന്നെയാണ് പറയേണ്ടത്. എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഇത് നാട്ടുകാരെ പ്രക്ഷോഭിതരാക്കി. പിന്നെ അതോടുകൂടി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണിയുകയും അവിടെ കനത്ത സുരക്ഷയെല്ലാം ഏർപ്പാടാക്കുകയും ചെയ്തു. നാട്ടുകാരുടെ സ്വതന്ത്ര വിഹാരത്തിന് അതൊരു തടസ്സമാവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ആ ഒരു അമർഷത്തിൽ നാട്ടുകാർ എന്ത് ചെയ്തു? 1697 അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചു. അതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം. ശക്തമായ രീതിയിൽ അവർ കോട്ട ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ തന്നെ നമ്മുടെ നാട്ടുകാരെ എല്ലാം അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തി. എന്നിരുന്നാലും നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ, ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ ആദ്യത്തെ കലാപം കേരളത്തിൽ നടന്നതാണ് അഞ്ചുതെങ്ങ് കലാപം.
ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേരളത്തിലുണ്ടായ ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യത്തെ അത് സംഘടിത കലാപമല്ല. ഇതൊരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കലാപമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത ആറ്റിങ്ങൽ കലാപത്തിലോട്ട് പോകും. ഇത് ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അഞ്ചുതെങ്ങ് കലാപം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേരളത്തിലുണ്ടായ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. വർഷം 1697. കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയത്. പിന്നെ കോട്ട പണിതു. കോട്ട പണിയാനുള്ള പെർമിഷൻ കൊടുത്തത് ഉമയമ്മ റാണി. കോട്ട പണിതത് 1695. ഇത്രയും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ അഞ്ചുതെങ്ങ് കലാപം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യം അറിയേണ്ടത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇത് ഡേറ്റ് അടക്കം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡേറ്റ് കൂടെ ഓർത്ത് വെച്ചുകൊള്ളണം. ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം ഏപ്രിൽ 15. സാധാരണ ഇപ്പോൾ ഈ മാസം അല്ലേ, ഇപ്പം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അല്ലേ. ഏപ്രിൽ 15 അപ്പോൾ നമ്മൾ ഈ വിഷു സമയമൊക്കെ വരുന്നതല്ലേ, അപ്പോൾ എപ്പോഴും ഓർക്കണം. വിഷു ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കേരള ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഈ സമയത്ത്. എന്താണത്? ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ആറ്റിങ്ങൽ കലാപം എപ്പോഴും വിഷുവായിട്ട് ചേർത്ത് ഓർത്തോളണം. 1721 ഇയർ ബൈഹാർട്ട് ചെയ്തോണം. അഞ്ചുതെങ്ങ് കലാപം നമ്മൾ ഏതാ വർഷം പറഞ്ഞ്? 1697 ആയിരുന്നു. 1697. ഇത് 1700കളിലോട്ട് വന്നു. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. സ്ഥലം അറിയാലോ, നമ്മൾ പേരിൽ തന്നെ ഉണ്ടല്ലേ, ആറ്റിങ്ങലിലാണ് സ്ഥലം. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേണാട് റൂളർ. നമ്മൾ മുന്നേ അഞ്ചുതെങ്ങ് കലാപം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, രവിവർമ്മയായിരുന്നു കേട്ടോ ആ സമയത്തെ ഭരണാധികാരി. ഉമയമ്മ റാണിയാണ് അവർക്ക് പെർമിഷൻ ഒക്കെ കൊടുത്തത്. ആ സമയത്ത് റൂളർ, അവിടുത്തെ ഭരണാധികാരി, അഞ്ചുതെങ്ങ് കലാപ സമയത്ത് ഭരണാധികാരി രവിവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോഴത്തെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ ആദിത്യ, ആ വെച്ച് ഓർത്തോളണം. ആറ്റിങ്ങൽ കലാപം നടന്നപ്പോൾ വേണാട്ടിലുണ്ടായിരുന്ന ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ഈ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യുന്നത്? എല്ലാ വർഷവും അവിടുത്തെ ആറ്റിങ്ങൽ റാണിക്ക്, ഉമയമ്മ റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. റാണിയെ സോപ്പിട്ടാണല്ലോ അവർ ഓൾറെഡി കോട്ട പണിയാനും പണ്ടശാല പണിയാനും ഒക്കെ പെർമിഷൻ വാങ്ങിച്ചു, ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുത്ത്. അപ്പോൾ ഇവർ എല്ലാ വർഷവും ഈ റാണിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ആ സമയത്ത് ഈ അവിടെ കുറച്ച് പ്രാധാന്യമുണ്ടായിരുന്ന നമ്മുടെ എട്ടുവീട്ടിൽ പിള്ളമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാർ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ വഴി മതി ഈ ഗിഫ്റ്റ് കൊടുക്കൽ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാണ്ട് പതിവ് പോലെ 1721 ബ്രിട്ടീഷുകാരനായ ഗിഫോർഡ്, ഈ പേര് ഓർത്ത് വെച്ചോണ്ടും ഗിഫോർഡ്. അപ്പോൾ കോട്ടയുടെ മെയിൻ ആൾ ഗിഫോർഡായിരുന്നു അവരുടെ. ഈ ഗിഫോർഡും 140 ബ്രിട്ടീഷുകാരും കൂടി ആറ്റിങ്ങൽ റാണിക്ക് പതിവ് പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നു. കണ്ട് നേരിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫോർഡും 140 ബ്രിട്ടീഷുകാരും കൂടി വന്നു. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സംഘടിതമായിട്ട് നാട്ടുകാരോടൊപ്പം ചേർന്ന് എട്ടുവീട്ടിൽ പിള്ളമാർ ശക്തമായ രീതിയിൽ അവർക്കെതിരെ ആഞ്ഞടിച്ചു. ഗിഫോർഡിനെയും 140 ബ്രിട്ടീഷുകാരെയും അവർ കൊന്നൊടുക്കി. വളരെ രക്തത്തിൽ കുളിച്ച ഒരു കലാപം അല്ലേ. ബ്രിട്ടീഷുകാരെ അവർ കൊന്നൊടുക്കുകയായിരുന്നു. 140 ബ്രിട്ടീഷുകാരെയും ഗിഫോർഡിനെയും കൊന്നൊടുക്കി. ഇവരുടെ ശവശരീരമൊക്കെ എറിഞ്ഞത് വാമനപുരം നദിയിലോട്ടാണ്. വാമനപുരം നദിയുടെ ഇപ്പോഴത്തെ പേര് കൊല്ലമ്പുഴ എന്നാണ്. എട്ടുവീട്ടിൽ പിള്ളമാരിലെ കുടമൻ പിള്ളയാണ് ഇതിന് നേതൃത്വം നൽകിയ ആൾ. കുടമൻ പിള്ളയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ബ്രിട്ടീഷുകാരെ നമ്മൾ ശക്തമായ രീതിയിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആഞ്ഞടിച്ചു ആറ്റിങ്ങൽ കലാപത്തിൽ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് കലാപം നമുക്കറിയാം. ആ കലാപം ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രദേശവാസികൾ പ്രതികരിച്ചതാണ്. ബട്ട് അവിടെ ആ സമയത്ത് ബ്രിട്ടീഷുകാർ നാട്ടുകാരെയാണ് നിഷ്ഠുരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ നേരെ തിരിഞ്ഞു. ഇവിടെ വളരെ ശക്തമായ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് എട്ടുവീട്ടിൽ പിള്ളമാരും പ്രദേശവാസികളും എല്ലാം ചേർന്ന് ബ്രിട്ടീഷുകാരിലെ ഗിഫോർഡിനെയും 140 പേരെയും കൊന്നൊടുക്കി. ഏത്? ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ മാസം 15 പിന്നീട് അവരുടെ കോട്ടയൊക്കെ വളഞ്ഞു. പിന്നെ അവസാനം തലശ്ശേരിയിൽ നിന്ന് വേറെ പട്ടാളമൊക്കെ വന്നിട്ടാണ് ഇത് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ ആറ്റിങ്ങൽ കലാപം എൻഡ് ചെയ്യുന്നത് പ്രശസ്തമായ വേണാട് ഉടമ്പടിയോട് കൂടിയിട്ടാണ്. വേണാട് ഉടമ്പടി ഒരു എഗ്രിമെൻറ്റ് വെച്ചാണ് ഈ കലാപം അവസാനിപ്പിക്കുന്നത്. 1723 വേണാട് ഉടമ്പടി നടന്ന വർഷം നോട്ട് ചെയ്യണം. 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി. ആരൊക്കെ തമ്മിലായിരുന്നു വേണാട് ഉടമ്പടി? തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ പഠിക്കുന്ന സമയത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. മാർത്താണ്ഡവർമ്മ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത് നോർമലി പഠിക്കുന്നത്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ അന്ന് ഒപ്പുവെക്കുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് മാർത്താണ്ഡവർമ്മയാണ്.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈഡിൽ നിന്ന് അലക്സാണ്ടർ ഓമും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ട് പറഞ്ഞു നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേരളത്തിലുണ്ടായ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭരണാധികാരി ആരായിരുന്നു വേണാടിൽ? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം, ഈ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരൻ്റെ പേര് ഗിഫോർഡ്. അദ്ദേഹത്തോടൊപ്പം 140 പേരും വധിക്കപ്പെട്ടു. ആരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്? എട്ടുവീട്ടിൽ പിള്ളമാരാണ് നേതൃത്വം നൽകിയത്. അതിൽ കുടവൻ പിള്ളയാണ് നേതൃത്വം നൽകിയത്. അവരുടെ ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞത് വാമനപുരം നദിയിലേട്ടാണ്. ഈ കലാപത്തിന് ശേഷം ഇവർ ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി. അതെന്നാണ്? 1723. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെല്ലാമാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. ഇത്രയുമാണ് നമ്മൾ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1721 ഏപ്രിൽ 15 ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ, കുടമൻ പിള്ളയുടെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം കൂടിച്ചേർന്ന് സംഘടിതമായി നടന്ന രക്തം ചീന്തിയ പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. 140 ബ്രിട്ടീഷുകാരോടൊപ്പം ഗിഫോർഡ് വധിക്കപ്പെട്ട കലാപം. അപ്പോൾ നമ്മൾ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും കണ്ടു. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് എവിടെ? അഞ്ചുതെങ്ങിലാണ്, നിയർ ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ കലാപവും അവിടെ തന്നെയാണ് നടന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം 1721. 1721 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ 15. അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പം ആരായിരുന്നു വേണാട്ടിലെ ഭരണാധികാരി? രവിവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പം ആദിത്യവർമ്മ. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ആറ്റിങ്ങൽ കലാപത്തിന് കാരണം എന്താണ്? എട്ടുവീട്ടി പിള്ളമാർ റാണിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് തങ്ങൾ വഴി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാണ്ട് റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, ഇയർലി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്ന ഗിഫോർഡിനെയും കൂട്ടരെയും ഇവർ ആക്രമിച്ചതാണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ കാരണം. അഞ്ചുതെങ്ങ് കലാപത്തിൽ എന്തെങ്ങനെയായിരുന്നു? ആക്ച്വലി ബ്രിട്ടീഷുകാരെ കലാപം അടിച്ചമർത്തി. എന്നാൽ ആറ്റിങ്ങൽ കലാപത്തിന് എന്തെങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാരെ നമ്മൾ കൊന്നൊടുക്കി അവസാനം വേണാട് ഉടമ്പടിയോട് കൂടിയിട്ടാണ് ഈ കലാപം എൻഡ് ചെയ്യുന്നത്. വേണാട് ഉടമ്പടി നടന്ന വർഷം 1723. ആരെല്ലാമാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. വർഷം അവിടെയും പഠിക്കണം, ഇവിടെയും പഠിക്കണം. ഭരണാധികാരി രണ്ടിടത്തെയും കാരണങ്ങൾ, വേണാട് ഉടമ്പടി, ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇനിയും നമുക്ക് ധാരാളം മുന്നേറ്റങ്ങൾ പഠിക്കാനുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആകാണ്ട് നമ്മൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം നിങ്ങളിപ്പോൾ തറവായിട്ട് പഠിക്കുക. അടുത്ത മുന്നേറ്റങ്ങളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റിയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ. ഓക്കെ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം കൂട്ടുകാരെ. PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്തു നിന്നും കുളച്ചൽ യുദ്ധവും കുരിശ്ശിയ കലാപവുമാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുന്നേറ്റങ്ങൾ, കേരളത്തിലെ ദേശീയ മുന്നേറ്റങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, ഈ രണ്ടെണ്ണം ഈ സീരീസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത രണ്ടെണ്ണം നോക്കുകയാണ്. കുളച്ചൽ യുദ്ധവും കുരിശ്ശിയ കലാപവും. നിങ്ങൾ മുന്നത്തെ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കാണണം കേട്ടോ. ഇത് അതിൻ്റെ അടുത്ത സെഷനാണ്. നമ്മൾ ഇന്ന് രണ്ടെണ്ണം നോക്കാൻ പോവാണ്. കുളച്ചൽ യുദ്ധവും കുരിശ്ശിയ കലാപവും. ഈ ഓരോ മുന്നേറ്റങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് കുളച്ചൽ യുദ്ധം നോക്കാം. കുളച്ചൽ യുദ്ധം ആദ്യം വർഷം പറയാം. 1741 ഓഗസ്റ്റ് മാസം 10 കുളച്ചൽ യുദ്ധം നടന്നത്. നമ്മൾ അഞ്ചുതെങ്ങ് കലാപം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വർഷം ഏതായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ? 1697. കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അല്ലേ? കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം പഠിച്ചത്. അപ്പോൾ 1697, 1600 ഒരെണ്ണം പഠിച്ചു അഞ്ചുതെങ്ങ് കലാപം. പിന്നെ 1700 നമ്മൾ പഠിച്ച ഒരെണ്ണം 1721 അതിനോടുകൂടി ജസ്റ്റ് 20 കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 1741 കിട്ടും. അപ്പോൾ ഈ വർഷം 1741. അപ്പോൾ നമ്മൾ 1697 അഞ്ചുതെങ്ങ് കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1741
ഓഗസ്റ്റ് 21 41 ആക്കുക. 41 കുളച്ചൽ യുദ്ധം. ആറ്റിങ്ങൽ കലാപം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ വിഷുവുമായിട്ട് ചേർത്ത് ഓർത്താൽ മതി. 1721 വിഷു ഒക്കെ നടക്കുന്ന സമയം ഏപ്രിൽ 15 എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ 1741 ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് മാസമാണ് കുളച്ചൽ യുദ്ധം നടത്തുന്നത്. ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. അതായത് വിഷു ഒക്കെ കഴിഞ്ഞ് ഓണം ആവാറായിട്ടുണ്ട്, ഓണം എത്തിയില്ല. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസമാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് കേട്ടോ. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10-ാം തീയതിയായിരുന്നു. ഓഗസ്റ്റ് 10-ാം തീയതി. ഇനി അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നെങ്കിൽ, ഇവിടെ ഓർത്തോളണം, ഇവിടെ ഒരു സൈഡിൽ ഡച്ചുകാരാണ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിന് നമ്മുടെ കേരളത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റേ സൈഡിൽ ബ്രിട്ടീഷുകാരല്ല, ഡച്ചുകാരായിരുന്നു. ഓക്കെ, ഡച്ച് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ഒരു കലാപമാണെന്ന് പറയാം. ഇത് ലീഡ് ചെയ്തത് നമ്മുടെ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരുമായിട്ട് ഈ കുളച്ചൽ യുദ്ധം നടത്തിയത്. അപ്പം ഇവിടെ നിന്നൊരു ചോദ്യമുണ്ട്, പ്രധാനപ്പെട്ടൊരു ചോദ്യം. കാരണം ഈ യുദ്ധത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ പരാജയപ്പെടുമായിരുന്നു. അപ്പം ഒരു വിദേശ ശക്തി ഭാരതത്തിൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ടത് ഏത് രാജാവിൻ്റെ മുൻപിലാണ്? മാർത്താണ്ഡവർമ്മയുടെ മുൻപിലാണ്. അപ്പോൾ ഒരു പാശ്ചാത്യ ശക്തിയെ അടിയറ പറയിപ്പിച്ച ആ സ്ഥലം നമ്മുടെ തിരുവിതാംകൂറാണ്. അപ്പം നമ്മുടെ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ അങ്ങനെ ഡച്ചുകാർ പരാജയപ്പെട്ടു. അപ്പോൾ വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഇനി എന്തിനായിരുന്നു ചോദിച്ചാൽ ഈ മാർത്താണ്ഡവർമ്മയും ഇളയെഴുത്ത് സ്വരൂപവും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് ആ സമയത്ത് ഇളയെഴുത്ത് സ്വരൂപത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡച്ചുകാർ മുന്നോട്ട് വന്നു. കാരണം അവർക്ക് ഈ കുരുമുളക് വ്യാപാരം ഇതിൻ്റെ കുത്തകയെല്ലാം ഈ മാർത്താണ്ഡവർമ്മ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡച്ചുകാർ മുന്നോട്ട് വന്നു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഡച്ചുകാരുടെ സൈഡിൽ നിന്ന് ലീഡ് ചെയ്ത് നിന്നിരുന്നത് ഡിലനോയി എന്ന് പറഞ്ഞ ആളായിരുന്നു. ഈ ഡിലനോയിനെ നമ്മൾ പരാജയപ്പെടുത്തി ഡിലനോയിനെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡിലനോയി പിന്നീട് തിരുവിതാംകൂറിലെ വലിയ സൈന്യാധിപനായി മാറി. തിരുവിതാംകൂറിലെ വലിയ സൈന്യാധിപനായ ആദ്യ വിദേശിയായിരുന്നു ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയിനെ അറിയപ്പെടുന്നത്, വലിയ കപ്പിത്താൻ. അപ്പോൾ ഡച്ച് സൈഡിൽ നിന്ന് നമ്മൾ പരാജയപ്പെടുത്തി ഡിലനോയിനെ കൊണ്ടുവന്നു. ഡിലനോയി പിന്നീട് തിരുവിതാംകൂറിലെ വലിയ സൈന്യാധിപനാകുന്നു. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആര്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിലനോയി. അപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യയുടെ മണ്ണിൽ പരാജയപ്പെടുന്നത് തിരുവിതാംകൂറിൽ വെച്ചാണ്. അത് മാർത്താണ്ഡവർമ്മയുടെ മുൻപിൽ വെച്ചാണ്. ഡിലനോയിയുടെ സ്മാരകം, ഡിലനോയി കോട്ടയുണ്ട്, അത് ഡിലനോയി സ്മാരകം, അത് ഉദയഗിരി കോട്ടയിലാണ് കേട്ടോ, ഉദയഗിരി കോട്ട. അതുപോലെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്, കുളച്ചൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ പുറപ്പെട്ടത് തിരുവട്ടാൽ ആദികേശവ ക്ഷേത്രത്തിൽ നിന്നാണ്. തിരുവട്ടാൽ ആദികേശവ ക്ഷേത്രത്തിൽ നിന്നും. പിന്നെ ഈ കുളച്ചൽ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചത് കന്യാകുമാരിയുടെ ഭാഗമാണ്. ഇപ്പം തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലാണ്. അപ്പം നിങ്ങൾ ഇത്രയാണ് അറിയേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കാം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. കുളച്ചൽ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സൈനിക തലവൻ ആരായിരുന്നു? ഡിലനോയി ആയിരുന്നു. ഡിലനോയി സ്മാരകം എവിടെ? ഉദയഗിരി കോട്ട. കുളച്ചൽ ഇപ്പോൾ എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലാണ്. ഒരു വിദേശി ശക്തി ഭാരതത്തിൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. പിന്നെന്താ പഠിച്ചത്? എവിടെ നിന്നാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്? തിരുവട്ടാൽ ആദികേശവ ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ ഡച്ചുകാരെയാണ് ലന്തക്കാരെന്ന് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഉണ്ടായിരുന്നതാണ്, ലന്തക്കാരെന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചിട്ട്. ലന്തക്കാരെന്ന് വിളിക്കുന്നത് ഡച്ചുകാരെയാണ്. ഓക്കെ, അപ്പോൾ കുളച്ചൽ യുദ്ധം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാർ. അവരുടെ നേതാവ് ആരായിരുന്നു? ഡിലനോയി. തിരുവിതാംകൂറിലെ വലിയ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന ആദ്യ വിദേശിയാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി. മാർത്താണ്ഡവർമ്മ പുറപ്പെട്ടത് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ നിന്നും. ഡിലനോയി സ്മാരകം എവിടെ? ഉദയഗിരി കോട്ട. കുറിച്യ കലാപം. കുറിച്യ കലാപം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ആ പേരിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാമെന്ന് നോക്കാം. കുറിച്യ കലാപം, കുറിച്യർ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ വിഭാഗക്കാർ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയ കലാപമാണ് കുറിച്യർ കലാപം. അവരുടെ കൂടെ കുറുമ്പർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പേരിൽ നിന്നും നമ്മൾക്ക് ഒന്നും അറിയേണ്ട നമ്മളൊരു കാര്യം പഠിച്ചു. ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ ഒരു കലാപമാണ്. കുറിച്യർ എന്ന് പറയുന്ന ഗോത്രവർഗമാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ കൂടെ കുറുമ്പറും ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു കാര്യം ഇതിന് ചേർത്ത് പറയാൻ പറ്റും. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. ഇപ്പം എന്തെല്ലാം പഠിച്ചു? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. ഈ കലാപം നടത്തിയത് കുറിച്യർ എന്ന് പറയുന്ന ഗോത്രവർഗ വിഭാഗക്കാരാണ്. അവരോട് കൂടെ ഉണ്ടായിരുന്നവർ കുറുമ്പർ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. ഇനി ഇത് കേരളത്തിൽ എവിടെയാണ് ഇവർ താമസിച്ചിരുന്നത്? മലബാർ ഏരിയയിലായിരുന്നു. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വയനാട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ കുറിച്യ എന്ന് പറയുന്ന വിഭാഗം താമസിച്ചിരുന്നത്. അത്ര ഓക്കെ ആണല്ലോ. ഇനി കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്തായിരിക്കും? എന്തിനാണ് ഇവർ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോരാടിയത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു കാരണം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു കാരണം. എന്താണ് ഇവരുടെ തെറ്റായ നികുതി പരിഷ്കാരം? സാധാരണഗതിയിൽ ഇവർ ടാക്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇവർ കൃഷി ചെയ്യുന്ന ആ വിളവിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്നറിയോ? ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ പണമായിട്ട് തന്നെ നികുതി അടയ്ക്കണമെന്ന് പറഞ്ഞു. നികുതി പണമായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒന്നാമത് ഇവരുടെ സാധനങ്ങളെല്ലാം ഇവരുടെ നിന്ന് വാങ്ങുന്നത് ബ്രിട്ടീഷുകാരാണ്. വളരെ തുച്ഛമായ വിലയ്ക്കാണ് സാധനമൊക്കെ വാങ്ങുന്നത്. ആ കിട്ടുന്ന എമൗണ്ടിന് അതിൽ നിന്നും ഇവർ പണമായിട്ട് നികുതി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരുന്നു അവർക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ തെറ്റായ നികുതി പരിഷ്കാരം, പ്രത്യേകിച്ച് ഈ ടാക്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്, നികുതി പണത്തിൻ്റെ രൂപത്തിൽ നൽകുക എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഈ കുറിച്യ കലാപത്തിൻ്റെ കാരണം. ഓക്കെ, ഇനി കുറിച്യ കലാപം തോമസ് വാർഡൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് ബ്രിട്ടീഷുകാരുടെ സൈഡിൽ ഇതിന് നേതൃത്വം നൽകിയത്. തോമസ് വാർഡൻ. കുറിച്യരുടെ നേതാവ് രാമൻ നമ്പി. ആരാണ് നേതാവ്? രാമൻ നമ്പി എന്ന് പറയും. രാമൻ നമ്പി എന്ന് പറയും. ഈ പേര് പ്രത്യേകം പഠിച്ചോണം. കുറിച്യ കലാപത്തിൻ്റെ ലീഡിങ് പേഴ്സണാണ്, നേതാവാണ് രാമൻ നമ്പി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന സ്ലോഗൻ ഏത് കലാപത്തിൻ്റെയാണ്? കുറിച്യ കലാപത്തിൻ്റെ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല. എന്താണ്? കുറിച്യ കലാപത്തിൻ്റെ വർഷം പറഞ്ഞില്ല. നമ്മൾ അഞ്ചുതെങ്ങ് കലാപം പഠിച്ചു, ആറ്റിങ്ങൽ കലാപം പഠിച്ചു, കുളച്ചൽ യുദ്ധം പഠിച്ചു. അപ്പോൾ ഓരോന്നിൻ്റെയും വർഷം നമ്മൾ ഒരുമിച്ച് പഠിക്കണം. ഇത് പഠിച്ചിട്ട് ബാക്കി 3 വർഷവും കമ്പയർ ചെയ്യണം. അതുപോലെ ഓരോന്നിൻ്റെയും കാരണങ്ങൾ നമ്മൾ പഠിക്കണം. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ വർഷം ഏതായിരുന്നു? ഞാൻ അന്ന് പറഞ്ഞിരുന്നു 1690-കളിലാണ്, 1697 ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു? അത് 1721 1741 കുളച്ചൽ യുദ്ധം. ഇത് 1800 വന്നു. കുറിച്യ കലാപം 1812 മാർച്ച് 25. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ കലാപം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വിഷുവിൻ്റെ സമയത്താണ്, ഏപ്രിൽ 15 അപ്പോൾ ഇത് ഓർത്താൽ മതി. ഇതൊരു വേനൽക്കാലത്താണ്, കൊടും ചൂടിൻ്റെ സമയത്ത്, മാർച്ച് 25. വേനൽക്കാലം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ മാർച്ച് 11 അങ്ങനെ ഓർക്കുക. അപ്പോൾ കുറിച്യർ വളരെ ചൂടായിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോരാടി എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. 1812 മാർച്ച് 25 കുറിച്യർ കലാപം നടന്നത്. വർഷം 1812 മാർച്ച് 25. ഓക്കെ, അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപത്തിൻ്റെതായിരുന്നു? കുറിച്യ കലാപത്തിൻ്റെതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാം. കുറിച്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ഏക ഗോത്രവർഗ കലാപം. കുറിച്യർ കലാപം നയിച്ചത് കുറിച്യർ എന്ന് പറയുന്ന ഗോത്രവർഗ വിഭാഗവും കുറുമ്പരും ചേർന്നായിരുന്നു. കുറിച്യർ കലാപത്തിൻ്റെ വർഷം 1812 മാർച്ച് 25. കുറിച്യ കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു. അവർ നികുതി പണമായിട്ട് അടയ്ക്കാൻ പറഞ്ഞതായിരുന്നു. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് രാമൻ നമ്പി ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിന്നും തോമസ് വാർഡൻ ആയിരുന്നു. കുറിച്യ കലാപം വളരെ സ്ട്രോങ് ആയിരുന്നു. അവർ ഒരുപാട് ശക്തമായ രീതിയിലാണ് ആഞ്ഞടിച്ചത്. ഈ കുറിച്യർ പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ചു. വളരെ ശക്തമായ രീതിയിൽ അവർ ബ്രിട്ടീഷുകാരോട് പ്രതികരിച്ചു. അതേപ്പറ്റി അന്നത്തെ തലശ്ശേരി കളക്ടർ TH ബാബർ പറഞ്ഞത്, 1 മാസം കൂടി ഈ കലാപം ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഈ കേരളം മുഴുവനും കുറിച്യരുടെ ഈ ഗോത്രവർഗത്തിൻ്റെ കൈകളിലായിരുന്നേനെന്ന് പറഞ്ഞു. അത്രയ്ക്കും ശക്തമായൊരു കലാപമായിരുന്നു. ഇത് അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് മൈസൂരിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവരേണ്ടി വന്നു. മൈസൂർ സൈന്യം വന്ന അവസാനം 1812 മെയ് 8 ഇവരെ അടിച്ചമർത്തുകയായിരുന്നു. മാർച്ച് 25 തുടങ്ങി മെയ് 8 ഈ കലാപം അവസാനിക്കുന്നത്. ഈ കുറിച്യ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഇനിയും പഠിക്കും. നമ്മൾ ഇനി പഴശ്ശി കലാപങ്ങൾ പഠിക്കുമ്പം ഈ കുറിച്യരുടെ കൂടെ ഉണ്ടായിരുന്ന തലക്കൽ ചന്തു എന്ന് പറഞ്ഞ ഒരാൾ പഴശ്ശിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അപ്പോൾ പഠിക്കും. തലക്കൽ ചന്തു ആയിരുന്നു പഴശ്ശിയുടെ സഹായിയായിട്ടുണ്ടായിരുന്ന കുറിച്യ നേതാവ്. അതൊക്കെ അവിടെ പഠിക്കും. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. വർഷം 1812 മാർച്ച് 25. കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരം, നികുതി പണമായിട്ട് ചോദിച്ചത്. ഗോത്രവർഗ നേതാവ് രാമൻ നമ്പി. ഇത് എന്നായിരുന്നു അടിച്ചമർത്തിയത്? 1812 മെയ് 8 ഇതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അന്നത്തെ തലശ്ശേരി കളക്ടർ TH ബാബർ ആയിരുന്നു. ഓക്കെ,
അതുപോലെ പ്ലാക്ക ചന്തു, ആര്യരം വീട്ടിൽ കോന്തപ്പൻ, കേളു ഇവരൊക്കെയായിരുന്നു കുറിച്യരുടെ നേതാക്കന്മാർ കേട്ടോ. ജസ്റ്റ് പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളത്തിലെ ദേശീയ മുന്നേറ്റങ്ങൾ നമ്മൾ 4 പഠിച്ചു. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, കുറിച്യ കലാപം. 4 നിങ്ങൾ ഇനി കമ്പയർ ചെയ്യണം. അതായത് ഇതുപോലെ കമ്പയർ ചെയ്യണം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697, ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15, കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10, കുറിച്യ കലാപം 1812 മാർച്ച് 25. ഇനി ഓരോന്നിൻ്റെയും കാരണങ്ങൾ, ഓരോന്നിനെയും ലീഡ് ചെയ്തത് ആരാണ്, ആരൊക്കെ തമ്മിലായിരുന്നു, ഓരോന്നിൻ്റെയും റിസൾട്ട് എന്തായിരുന്നു, ഇതിങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓരോന്നും പഠിക്കുമ്പോൾ ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. നമുക്ക് പഴശ്ശി കലാപങ്ങളും ഒക്കെ ഇനി മുന്നോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് അതെല്ലാം 1 by 1 ആയിട്ട് പഠിക്കാം. എക്സാമിനേഷന് മുന്നേ ഇതെല്ലാം പഠിച്ച് വൃത്തിയായിട്ട് നമ്മൾ എക്സാമിനേഷന് പോകും. എക്സാം ക്ലിയർ ചെയ്യും, മെയിൻസ് ക്ലിയർ ചെയ്യും. നമ്മുടെ ആ ഒരു ഡ്രീം ജോബിലോട്ട് നമ്മളെത്തും അല്ലേ. നിങ്ങളുടെ ഈ സ്വപ്നം തേടിയുള്ള യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ PSC എക്സാം ഗൈഡ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ്, നിങ്ങളുടെ കമൻസ് എല്ലാം നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിം സ്പെഷ്യൽ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എന്ന വിഭാഗത്തിൽ നിന്നും പഴശ്ശി കലാപങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, കുറിച്യ കലാപം ഇത്രയും ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഴശ്ശി കലാപങ്ങൾ കേരളത്തിൽ. കഴിഞ്ഞ തവണ 10th ലെവൽ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പഴശ്ശി കലാപങ്ങൾ പഠിക്കാം. പഴശ്ശി രാജാവിനെ നമുക്കറിയാം, കോട്ടയം രാജവംശത്തിലെയാണ് പഴശ്ശി രാജാവ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവാണ്, ധീരനായ രാജാവാണ് പഴശ്ശി രാജാവ് അല്ലേ. പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പോരാട്ടങ്ങളെയാണ് പഴശ്ശി കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് പഴശ്ശി കലാപങ്ങൾ നടക്കുന്നത്. ഒന്നാം പഴശ്ശി കലാപം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ്. അപ്പം നിങ്ങൾ അഞ്ചുതെങ്ങ് കലാപം പഠിച്ചപ്പോൾ അതിൻ്റെ വർഷം 1697 നമ്മൾ പറഞ്ഞ്, ആ 697 100 ആഡ് ചെയ്യുക. അപ്പം നമ്മൾ 1797 വരും. 1797 അവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഒന്നാം ഘട്ടം 1793, 1797 ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരേക്കും. അപ്പോൾ ഈ ഒന്നാം പഴശ്ശി കലാപം നിങ്ങൾക്ക് ഈ വർഷം അഞ്ചുതെങ്ങ് കലാപവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അഞ്ചുതെങ്ങ് കലാപം 1697 ആണല്ലോ, അവിടെ നിന്ന് 100 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്തും, 1797 എത്തും. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം എൻഡ് ചെയ്തത് 1797 കിട്ടും. ഒരു 4 കുറച്ചാൽ മതി. 1793 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒന്നുകൂടെ പറയുന്നു, അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ വർഷം ചോദിച്ചാൽ 1697, ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. ഇനി ഇത് പുരളിമല കേന്ദ്രീകരിച്ചാണ് ഒന്നാം പഴശ്ശി കലാപങ്ങൾ നടക്കുന്നത്. ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഇതിന് കാരണം. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിനേഷന് ചോദിച്ച് കഴിഞ്ഞ തവണ ഒരു ചോദ്യം, ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്, നികുതി പിരിച്ചെടുക്കുന്നതിൽ അവർ വരുത്തിയ പരിഷ്കാരങ്ങളാണ് പഴശ്ശി രാജാവിനെ ചൊടിപ്പിച്ചത്. ഇതാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ഈ കലാപം അവസാനം ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മുടെ പഴശ്ശി രാജാവ് ഒരു ധാരണയിൽ എത്തുവാണ്. അത് ചിറക്കൽ രാജാവ് ഇടനില നിന്നുകൊണ്ടാണ് ആ ഒരു പഴശ്ശി കലാപം ഒരു ധാരണയിൽ എത്തുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ വർഷം 1793-97. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. ഒന്നാം പഴശ്ശി കലാപം എൻഡ് ചെയ്യുന്നത് 1797. ഇത് ആര് ഇടനില നിന്നിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിറക്കൽ രാജാവ് ഇടനില നിന്നിട്ടാണ്, ചിറക്കൽ രാജാവ്. ഇനി പഴശ്ശിരാജാവിൻ്റെ അതിർത്തി പരിധിയിൽ കോട്ടയം സൈഡിൽ ഈ ടാക്സ് പിരിക്കാൻ, നികുതി പിരിക്കാനായിട്ട് കുറുമ്പ്രനാട് രാജാവിനെ ഏൽപ്പിച്ചു ബ്രിട്ടീഷുകാർ. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ അതിർത്തിയിൽ വന്നിട്ട് കുറുമ്പ്രനാട് രാജാവിനെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഏൽപ്പിച്ചത് പഴശ്ശിരാജാവിനെ വളരെ ശുഭിതനാക്കി. അങ്ങനെ ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം, ഇത് നിങ്ങൾ ഓർക്കണം, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. ഇനി രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ വർഷം 1800 മുതൽ 1805 വരെയാണ്. 800-805 രണ്ടാം പഴശ്ശി കലാപം. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ ഒരു അനന്തരഫലമാണ് ശരിക്കും രണ്ടാം പഴശ്ശി യുദ്ധം. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടത്തിയ 4ാം
മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാം പഴശ്ശി കലാപമാണ്. ഈ മൈസൂർ യുദ്ധത്തിന് ശേഷം ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടാക്കി ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ. അപ്പോൾ ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ പറഞ്ഞു ഈ സ്ഥലമൊക്കെ, ഈ വയനാടൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഇതിന് പെട്ടെന്നുണ്ടായ ഒരു കാരണം. അപ്പോൾ രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. രണ്ടാം പഴശ്ശി കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ്. പഴശ്ശിരാജാവ് ഇതിനെ എതിർത്തു. ശക്തമായ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ചവരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, പള്ളൂർ ഏമൻ. ഇതിൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജാവിൻ്റെ മന്ത്രിയാണ്. കൈതേരി അമ്പു അദ്ദേഹത്തിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ഒരു കലാപത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച ഒരു വിഭാഗമാണ് കുറിച്യന്മാർ. കുറിച്യരുടെ നേതാവായിരുന്ന തലക്കൽ ചന്തുവാണ് പഴശ്ശിരാജാവിൻ്റെ സഹായിയായിട്ട് നിന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ സഹായിയായ കുറിച്യ നേതാവ് തലക്കൽ ചന്തുവാണ്. മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പിന്നെ സൈന്യാധിപൻ കൈതേരി അമ്പു, പിന്നെ എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ, കുറിച്യ നേതാവ് തലക്കൽ ചന്തു. ഇവരെല്ലാവരും നമ്മുടെ പഴശ്ശിരാജാവിനെ ഈ യുദ്ധത്തിൽ സഹായിച്ചു. ഗറില്ല യുദ്ധമുറയാണ്, ഒളിപ്പോർ യുദ്ധമാണ് പഴശ്ശിരാജാവ് അവലംബിച്ചൊരു യുദ്ധരീതി എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ നേതൃത്വം, ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തെ നയിച്ചത് ആർതർ വെല്ലസ്ലി ആയിരുന്നു. ആർതർ വെല്ലസ്ലിക്ക് 1200 പോലീസുകാർ ചേർന്ന കോൽക്കർ എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായിരുന്നു. അവസാനം ഇവർ പഴശ്ശിരാജാവിനെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് 1802 പനമരം കോട്ട യുദ്ധം നടക്കുന്നുണ്ട്. അത് എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും കൂടെ ചേർന്നിട്ട് പനമരം കോട്ട പിടിച്ചെടുത്ത സംഭവമാണ് പനമരം കോട്ട യുദ്ധം കേട്ടോ. പനമരം കോട്ട എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പിടിച്ചെടുത്ത സംഭവമാണ് പനമരം കോട്ട യുദ്ധം. ഈ തലക്കൽ ചന്തുവിൻ്റെ സ്മാരകമുണ്ട് പനമരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആർതർ വെല്ലസ്ലി അവസാനം ഈ പഴശ്ശി കലാപത്തിനെ അടിച്ചമർത്തുകയാണ്. പഴശ്ശിരാജാവ് മാവിലാന്തോട്, മാനന്തവാടിയിൽ മാവിലാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് 1805 നവംബർ 30 ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു എന്നും പറയുന്നുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നും പറയുന്നുണ്ട് ചരിത്രം. അപ്പോൾ എന്തായാലും മരണം സംഭവിച്ചത് 1805 നവംബർ 30 ഈ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകമുള്ളത്. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. മാറിപ്പോകരുത്. സ്മാരകം അങ്ങനെ ഓർത്താൽ മതി. സ്മാരകം മാനന്തവാടി. അല്ലെങ്കിൽ തന്നെ പഴശ്ശിരാജാവ് മരിച്ചത് മാനന്തവാടിയിൽ മാവിലാന്തോട്ടിലായതുകൊണ്ട് സ്മാരകം എവിടെയാണ്? ഈ പറഞ്ഞ മാനന്തവാടിയിലാണ്. ഇനി പഴശ്ശി ഡാം എന്ന് ചോദിച്ചാൽ കണ്ണിനെ ഓർക്കുക. നമ്മൾ കണ്ണുകൊണ്ടാണല്ലോ ഡാമൊക്കെ നോക്കി കാണുന്നതെന്ന്, അങ്ങനെ കണക്ട് ചെയ്യുക. പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. അപ്പോൾ നമ്മളൊരു മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കോഴിയുടെ പ്രതിമ ഇരിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒന്ന് വിഷ്വലൈസ് ചെയ്യാം മ്യൂസിയത്തിൽ. അങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് മാറിപ്പോവില്ല. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശിരാജാവിൻ്റെ പേരിൽ മമ്മൂട്ടി നായകനാക്കിക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴശ്ശി കലാപങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം 1793-97. ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. എവിടെയെന്ന് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പുരളിമല കേന്ദ്രീകരിച്ചാണ്. പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജാവാണ്. രണ്ടാം പഴശ്ശി യുദ്ധം നടക്കുന്നത് 1800-1805 വർഷങ്ങളിലാണ്. രണ്ടാം പഴശ്ശി യുദ്ധത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ്. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായ ഒരു കലാപമാണ് രണ്ടാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവ് സ്വീകരിച്ച സമരമുറ എന്ന് ചോദിച്ചാൽ ഗറില്ല യുദ്ധമുറയാണ്. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവ് സ്വീകരിച്ച സമരമുറ എന്ന് ചോദിച്ചാൽ ഗറില്ല യുദ്ധമുറയാണ്. ഈ ഒരു കലാപത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ചവരെ എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, പള്ളൂർ ഏമൻ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ മന്ത്രി, തലക്കൽ ചന്തു കുറിച്യ നേതാവാണ്. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യ നേതാവാണ് തലക്കൽ ചന്തു. കൈതേരി അമ്പു സൈന്യാധിപനാണ്. ഇനി പഴശ്ശിരാജാവ് ഈ ഒരു പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാർ നയിച്ച സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി ആണ്. അദ്ദേഹത്തിൻ്റെ 1200 പോലീസുകാർ ചേരുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേര് കോൽക്കർ എന്നാണ് പറയുന്നത്. 1802 തലക്കൽ ചന്തുവും എടച്ചേന കുങ്കനും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത സംഭവമാണ് പനമരം കോട്ട യുദ്ധം. പനമരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം ഉള്ളത്. 1805 നവംബർ 30 മാനന്തവാടിക്കടുത്തുള്ള മാവിലാന്തോട്ടിൽ വെച്ചിട്ട് പഴശ്ശിരാജാവ് മരിക്കുന്നു. പഴശ്ശിരാജാവിൻ്റെ സ്മാരകം മാനന്തവാടിയിലാണ്. പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. സിനിമ എടുത്തത് ഹരിഹരനാണ്. പഴശ്ശിരാജാവിനെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരളസിംഹം എന്ന പേരിൽ അദ്ദേഹം ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വർഷം 2നും ഉള്ള കാരണങ്ങൾ: ഒന്നാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശി കലാപത്തിൻ്റെ ഇടനില നിന്നത് ചിറക്കൽ രാജാവ്, രണ്ടാം പഴശ്ശി കലാപത്തിൽ ഈ രാജാവിനെ സഹായിച്ചവർ ആരൊക്കെ, കുറിച്ച് നേതാവായ തലക്കൽ ചന്തുവിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കണം. പഴശ്ശി മ്യൂസിയം, പഴശ്ശി ഡാം, പഴശ്ശി സ്മാരകം, പഴശ്ശി രാജാവ് വെടിയേറ്റ് മരിച്ച അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ഒരു വർഷം, ഡേറ്റ്, കോൾക്കർ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നിങ്ങളിതിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പം പഴശ്ശി രാജാവിനെ പറ്റിയുള്ള, പഴശ്ശി കലാപങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ കമൻസ് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.